അല്ല അത് പറയുമ്പോൾ തന്നെ വേറെ കാര്യം പറയാം. അതൊക്കെ അന്ന് ഇൻ്റർവ്യൂസിൽ ഞാനും ധ്യാൻ ചേട്ടനും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തക്കടിക്കുമ്പോൾ ഞങ്ങൾ ഇതേക്ക് ലൊക്കേഷനിലും അതിൻ്റെ അപ്പുറമായിരുന്നു. അപ്പോൾ അതാണ് അന്ന് ആ ഇൻ്റർവ്യൂവിൽ കണ്ടത്. പക്ഷേ ഈ കാണുന്ന ആൾക്കാർ നോക്കുമ്പോൾ പുതുതായിട്ട് വന്നൊരു പയ്യൻ ഒരു സീനിയർ ആക്ടറിനെ ഇട്ട് അങ്ങോട്ട് കളിയാക്കുക, എന്താ പറയുന്ന ബഹുമാനമില്ല, ഇതൊക്കെയാണ് അന്ന് വന്ന കമൻറ്റുകൾ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിലിപ്പോ അമീൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സിനിമയില് ധ്യാൻ ചേട്ടൻ തക്കുകൾ കൊണ്ട് തഗ് രാജാവ് ധ്യാൻ ചേട്ടനെ വരെ ഒന്ന് പാടിപ്പിച്ച ടീമാണ്. അതുകൊണ്ടാണ് സംസാരിക്കുന്നില്ല, അതുകൊണ്ട് കുറവാണ്. അല്ല അത് പറയുമ്പോൾ തന്നെ വേറെ കാര്യം പറയാം. അതൊക്കെ അന്ന് ഇൻ്റർവ്യൂസിൽ ഞാനും ധ്യാൻ ചേട്ടനും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തക്കടിക്കുമ്പോൾ ഞങ്ങൾ ഇതേക്ക് ലൊക്കേഷനിലും അതിൻ്റെ അപ്പുറമായിരുന്നു. അപ്പോൾ അതാണ് അന്ന് ആ ഇൻ്റർവ്യൂവിൽ കണ്ടത്. പക്ഷേ ഈ കാണുന്ന ആൾക്കാർ നോക്കുമ്പോൾ പുതുതായിട്ട് വന്നൊരു പയ്യൻ ഒരു സീനിയർ ആക്ടറിനെ ഇട്ട് അങ്ങോട്ട് കളിയാക്കുക, എന്താ പറയുന്ന ബഹുമാനമില്ല, ഇതൊക്കെയാണ് അന്ന് വന്ന കമൻറ്റുകൾ. അപ്പോൾ അതിനുശേഷം ഞാൻ സാഗറിൻ്റെ സീനിയർ സീനിയർ ആക്ടറിനെയൊക്കെ അതൊക്കെ ഇൻ്റർവ്യൂലൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര അച്ചടക്കത്തോടെ ഒതുക്കത്തോടെയാണ് ഇരിക്കുന്നത് അല്ലേ. പക്ഷേ വേറെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റിൽ ഈ പറഞ്ഞ പോലെ ഈ 3 കോംബോ വരുമ്പോഴത്തേക്ക് ഭയങ്കര സിങ്കായാൽ മാത്രമേ അത് കോമഡീസ് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഈ ക്യാരോണിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ 3 പേരും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കാറ്. ഈ പറഞ്ഞ പോലെ ജൂനിയർ എന്തോ സീനിയർ എന്തോ എന്നുള്ള ഇതൊന്നും കാണിക്കാതെ നമ്മുടെ അടുത്ത് ഭയങ്കര കമ്പനിയായിട്ട്. എനിക്ക് ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ സെറ്റിൽ മറ്റേ സീനിയർ ജൂനിയർ ആ ഒരു പരിപാടിയെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് വേറെ നന്ദി പറയണത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, വാഹിദ് ഷിജോട്ട് എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. സാഗറിൻ്റെയും വാഹിദിൻ്റെയും പേഴ്സണൽ മേക്കപ്പ് മാനാണ്. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ മേക്കപ്പ് മാനോ പരിപാടിയൊന്നും ഇല്ല. അപ്പം ഇവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന് മേക്കപ്പ് ചെയ്ത് തരിക, എൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പം എല്ലാം കൊണ്ടും സെറ്റിൽ ഭയങ്കര എൻജോയ് ചെയ്ത് പരിപാടി ചെയ്തിട്ട് പോയ സെറ്റാണ്. അത് എന്തായാലും നിങ്ങൾക്ക് സിനിമയിലും കാണാൻ പറ്റും. സാഗരേട്ടാ ഇപ്പൊ സീനിയോറിറ്റി കൊടുത്ത് ഗണപതി ചേട്ടനായാലും സാഗരേട്ടായാലും സീനിയോറിറ്റി കൊടുത്ത് വെച്ചെങ്കിലും നല്ല പണിയാട്ടോ എനിക്കൊക്കെയാണ് എന്നെ സേവ് ചെയ്തപ്പോ നമുക്ക് വെച്ചില്ലൂടാ. ഓക്കെ പറ. അതല്ല, ലാസ്റ്റ് പ്രൊമോഷൻ പ്രകമനത്തിന്റെ പ്രൊമോഷന് വേണ്ടി കുഡോസ് ചെയ്ത റീലിലാണെങ്കിലും 2 പേര് ചെറുതായിട്ടുള്ള സീനിയോറിറ്റി. അതെ 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 ഒന്ന് അല്ല, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ അമീൻ ബ്രോ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഓൾറെഡി അറിയാം തഗ് ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ടായി. അപ്പൊ നിങ്ങൾ സീനിയേഴ്സ് എടുത്ത പ്രിക്കോഷൻ എന്തായിരുന്നു ഈ തഗ് പ്രതിരോധിക്കാൻ? ഗണു, നീ ഉത്തരം പറയുന്നോ ഞാൻ ഉത്തരം പറയുന്നോ? എനിക്കൊന്നും കിട്ടുന്നില്ല. പ്രതിരോധിക്കാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും, വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഈഗോയോ അങ്ങനെ അത് അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേറെ ഒരു പരിപാടിയാണ് സിനിമ, അത്രേ പറയാനുള്ളത്. അത് ഇവൻ അമീനുള്ള കാരണം കറക്റ്റ് അടിപൊളിയാണ്. കാരണം ഇവര് ആഴ്ചയിൽ ജനങ്ങളുടെ പൾസ് നോക്കി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇവരുടെ കൂടെ ഞാനിവനും പല തമാശയും സെറ്റിൽ നിൽക്കണേ നമുക്ക് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റണമല്ലോ, ഒരു സിങ്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അമീനുള്ളത് ഭയങ്കര രസമായിരുന്നു. അവന് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താക്കി നടക്കുന്നത്, എന്തൊക്കെ ഹ്യൂമാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതെനിക്ക് മുന്നത്തെ സിനിമകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ടീമിൻ്റെ കൂടെ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ അമീൻ്റെ കൂടെ ആണെങ്കിലും സുബിനണ്ണനും സനീഷേട്ടനും എല്ലാവരും ചെയ്ത വിട്ടുപോയി. അല്ല ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 3 കൊല്ലമായി. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക. ഇപ്പം നല്ല പണ്ട് ഞാനും ഓഡീഷൻ പരിപാടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതായിരിക്കും സിനിമയിലേക്ക് എത്താനുള്ളൊരു പെട്ടെന്നുള്ളൊരു മീഡിയം ഇത് തന്നെ ആയിരിക്കും. കാരണം എല്ലാവരും ഈ സിനിമയിലുള്ള ഇൻഡസ്ട്രിയിലുള്ള മിക്കവരും റീലുകൾ കാണുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല കണ്ടന്റ് വീഡിയോസ് ഇടും. അപ്പോൾ കണ്ടന്റ് വീഡിയോസ് ഇടുകയാണെങ്കിൽ എന്തായാലും അവരിലേക്ക് എത്തും. അങ്ങനെ തന്നെയാണ് ഞാനും എൻ്റെ കൂടെയുള്ളവരായാലും പറഞ്ഞ ഹാഷറായാലും സുബിനായാലും എല്ലാവരും സിനിമയിലേക്ക് എത്തണം. പണ്ട് മിമിക്രി എനിക്ക് നാടകമൊക്കെ ആണെങ്കിൽ ഇപ്പം ഇതാണ് സിനിമയിലേക്ക് എത്താനുള്ളൊരു എളുപ്പ മാർഗം. നല്ല പരിപാടികൾ ഇട്ടാൽ എന്തായാലും വിളിക്കും. ഇല്ല ഒരിക്കലും. ഞാനത് എടുക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പാണ് ഞാൻ നിഹാലും കൂടെ ആ കണ്ടന്റ് സെറ്റ് ചെയ്യണം. അപ്പം ആദ്യം നമ്മളൊരു ഹൊറർ പരിപാടിയുടെ ഒരു കണ്ടന്റ് ഒരു സ്ക്രിപ്റ്റാണ് സെറ്റ് ചെയ്തത്. പക്ഷെ അത് എടുത്തു വരുമ്പോൾ എങ്ങനെ ആൾക്കാർക്ക് കണക്റ്റ് ആവും എന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ ഓക്കെ റിയൽ ലൈഫായിട്ട് എന്തെങ്കിലും കണക്ട്, ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത്.
പക്ഷെ അതെല്ലാവരും അത്യാവശ്യം ഇപ്പം തന്നെ 10-60 ലക്ഷം ആൾക്കാർ കണ്ടു. ഇവർക്കും ഭയങ്കര ഇവരടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഉൾപ്പെടുത്തുന്ന കാര്യം. സാഗറിനോട് ഞാൻ തലേന്ന് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ചെറിയൊരു കൊട്ട് ഞാൻ തരുന്നുണ്ട്, ക്ഷമിക്കണം. സാഗറോട് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, റീച്ച് പോട്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരെയും വേദനിപ്പിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.